welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about a theorem called Rolle's theorem. Rolle's theorem in the session we last time discussed that a function and derivatives include a theorem Rolle's theorem. A function f എന്ന് പറയുന്ന ഒരു function ആ function മൂന്ന് conditions satisfy ചെയ്യുകയാണെങ്കിൽ, that is if f is continuous on closed interval ab, if f is differentiable on open interval ab, and f of a is equal to f of b. If a and b at the points a and b, at the end points a and b, f of a and f of b equal ആണെങ്കിൽ, then there exists a point c element of open interval ab such that f dash of c is equal to 0. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് ആ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ, അവിടെ എയ്ക്കും ബിക്കും എൻ പോയിന്റ്സ് ആയ എയുടെയും ബിയുടെയും ഇടയിൽ ഒരു പോയിന്റ് സി കാണും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു തിയറം, ആ റോൾസ് തിയറത്തെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു തിയറത്തിലേക്കാണ് നമ്മൾ ഇന്ന് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലെഗ്രാഞ്ചേസ് മീൻ വാല്യൂ തിയറം. ലെഗ്രാഞ്ചെ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ പ്രപ്പോസ് ചെയ്തതാണ് ലെഗ്രാഞ്ചേസ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറത്തെ സംബന്ധിച്ച് ഇത് നമ്മൾ +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ബ്രഷിംഗ് അപ്പ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ തിയറം ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ റോൾസ് തിയറം. അപ്പോൾ എന്താണ് ലെഗ്രാഞ്ചേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനൊന്ന് നോക്കാം. If a function f is continuous on closed interval ab and differentiable on open interval ab, ഒരു ഫംഗ്ഷൻ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി അറ്റ് ദ സെയിം ടൈം ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ റോൾസ് തിയറത്തിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. Then there exists at least one value c element of open interval ab such that f dash of c is equal to f of b minus f of a by b minus a. എന്താ പറയുന്നത്, നമ്മളുടെ കറസ്പോണ്ടിങ് തന്നിട്ടുള്ള ഫംഗ്ഷനായി എഫ് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. മൂന്നാമത്തെ കണ്ടീഷനായ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ റോൾസ് തിയറത്തിനുണ്ടാവുന്ന മാറ്റം, അതിനെപ്പറ്റിയാണ് ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ കണ്ടീഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ difference? Then there exists at least one value c element of open interval ab. ഈ കേസിലും നമ്മളുടെ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ രണ്ട് വാല്യൂസ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യും, അറ്റ്ലീസ്റ്റ് മിനിമം ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യും സി സച്ച് ദാറ്റ് എങ്ങനെയാണ് എഫ് ഡാഷ് ഓഫ് സി 0 ആയി പോകുന്ന വാല്യൂ അല്ല സി, എന്താണ് എഫ് ഡാഷ് ഓഫ് സി, അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അഥവാ സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളുടെ ഫംഗ്ഷനായി എഫിന്റെ ടാൻജന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ മീൻസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കറസ്പോണ്ടിങ് ടു ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ എഫ് ഡാഷ് ഓഫ് സി എന്താ ഉദ്ദേശിക്കുന്നത്, സി എന്ന് പറയുന്ന പോയിന്റിലെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സ്ലോപ്പിൻ്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഉണ്ടാകുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ്, അതാണ് എന്ത് എഫ് ഡാഷ് ഓഫ് സി. അത് എപ്രകാരമായിരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. നമ്മുടെ റോൾസ് തിയറത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി, and f of a is equal to f of b, then there exists at least one value c element of open interval ab such that f dash of c is equal to 0. That is, there exists at least one point c in open interval ab such that the slope of the tangent at the point tangent of the function f at the point c will be equal to 0. ഒരു ഫംഗ്ഷന്റെ സ്ലോപ്പ് 0 ആകുക എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്, ഒരു ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് 0 ആകും എന്ന് പറഞ്ഞാൽ ആ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിനോട് പാരലൽ ആയിരിക്കുന്നു ഉദ്ദേശിക്കുന്നത്. സോ
റോൾസ് തിയറത്തിൽ പറയുന്നത് റോൾസ് തിയറത്തിന്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ആ ഇന്റർവെലിന്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് സി എങ്കിലും കാണും സച്ച് ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0 അഥവാ the slope of the the tangent line at that point of the function will be parallel to the x-axis. At the same time, Lagrange's theorem എന്താ പറയുന്നത് f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് അത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ a bയും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ a b മാത്രമേ ആകുന്നുള്ളൂ. അതിന്റെ ആ എൻ പോയിന്റ്സിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആകുന്നില്ല. അങ്ങനെയെങ്കിൽ ആ സ്ലോപ്പ് 0 ആവത്തില്ല. ആ c എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് ആ ഫംഗ്ഷന്റെ ടാൻജന്റ് സ്ലോപ്പ് 0 ആവത്തില്ല. At the same time, the slope value will be equal to f of b minus f of a by b minus a. The function value at one endpoint minus the value of the function at the other endpoint by the difference of the endpoints. That is, if f is a function such that f is continuous on closed interval a b and differentiable on open interval a b, then there exists at least one point c in open interval a b such that f dash of c is equal to f of b minus f of a by b minus a. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ലെഗ്രാഞ്ചസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് ജോമെട്രിക്കൽ വേർഷനിലേക്ക് നമ്മൾ വരികയാണ്. അതായത് തിയറട്ടിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ജോമെട്രിക്കൽ വേർഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മളുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്ന കർവ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ എക്സ് ആക്സിനകത്ത് 2 പോയിന്റ്സ് ആണ് എയും ബിയും. ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് ഫംഗ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ആ ഫംഗ്ഷന്റെ ഗ്രാഫിനകത്ത് ബ്രേക്കേജസ് ഒന്നുമില്ല. therefore ആ ഫംഗ്ഷൻ എന്താണ്, ആ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എല്ലാ പോയിന്റ്സും നമുക്ക് ടാൻജൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓർ ഡിറൈവബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബിയുമാണ്. അങ്ങനെയെങ്കിൽ ഈ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റായ സിയിൽ സി എന്ന് പറയുന്ന ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഫംഗ്ഷനിലെ അല്ലെങ്കിൽ ഗ്രാഫിലെ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു ടാൻജന്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് അതായത് ഈ സിക്ക് നേരെയുള്ള എഫ് ഓഫ് എക്സിലെ പോയിന്റ് ആണ് ഏത്, എഫ് ഓഫ് സി. അപ്പോൾ ഈ എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിലൂടെ നമ്മൾ ഈ ഗ്രാഫിന് ഒരു ടാൻജന്റ് നമ്മൾ വരച്ചാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് മീൻസ് ചരിവ് എത്രയായിരിക്കും എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് ഇ. ആ ഫംഗ്ഷൻ വാല്യൂനകത്ത് ബി ഇട്ട് കൊടുക്കുക. അതായത് 2 എൻ പോയിന്റ്സിന്റെ ഫംഗ്ഷനകത്ത് 2 എൻ പോയിന്റ്സിന്റെ 10 പോയിന്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കിട്ടുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂവിനെ ആ എൻ പോയിന്റ്സിന്റെ ഡിഫറൻസ് കൊണ്ട് മൈനസ് നമുക്ക് എന്ത് കിട്ടും, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ Lagrange's mean value theorem states that if a function f is continuous on closed interval a b and differentiable on open interval a b, then there exists a point c in open interval a b such that f dash of c is equal to f of b minus f of a by b minus a. സോ ഇതാണ് നമ്മളുടെ ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനുമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമുക്ക് എക്സാമിന് ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ പ്രൂഫ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. സോ പ്രൂഫ് ഓഫ് ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. പ്രൂഫ്. അപ്പോൾ പ്രൂഫ് പറയാനായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണോ നമുക്ക് തന്നിട്ടുള്ളത്, ഗിവൺ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണോ അത് നമ്മൾ ആദ്യം എടുത്തെഴുതും അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പോൾ ആ 2 കാര്യം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം, ആ പ്രൂഫിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഗിവൺ ആയിട്ട് നമുക്ക് എടുത്തെഴുതാം. Let f of x is continuous on closed interval a b. Also ഒന്നുകൂടെ തന്നിട്ടുണ്ട്, എന്താണ്, let f of x is differentiable on open interval a b. അപ്പോൾ ഗിവൺ ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതി കഴിഞ്ഞു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഫംഗ്ഷൻ നമുക്ക് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ. പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പുതിയ ഫംഗ്ഷനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പുതിയ ഫംഗ്ഷനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഇപ്രകാരമാണ്. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ മൈനസ് f of b minus f of a by b minus a into x minus a. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫിനകത്ത് നമുക്ക് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നിട്ടുള്ള രണ്ട് ഗിവൺ കണ്ടീഷൻസിനെ ഞാൻ എടുത്തെഴുതി. അതിനുശേഷം ഒരു പുതിയ ഫംഗ്ഷനായ ഫൈ ഓഫ് എക്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ അങ്ങനെ നമുക്ക് തുടങ്ങാം. ഡിഫൈൻ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ആ ഫൈ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് നമുക്ക് ഉള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ മൈനസ് ഇനി എന്താ ഇത് നമുക്ക് അവസാനം വരേണ്ടതാണ്. എഫ് ഡാഷ് ഓഫ് സി ആയിട്ട് വരേണ്ടതാണ് അല്ലേ? അങ്ങനെ എഴുതുന്നു. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. അപ്പോൾ ഈ ഫൈ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഞാൻ ഈ ഫൈ ഓഫ് എക്സിനെ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ടേമിലാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ടേമിലാണ് ഞാൻ മൊത്തത്തിൽ എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഫൈ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ടേമിൽ ഞാൻ ഫൈ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തത് കൊണ്ട് നമുക്ക് പറയാം ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസും ആരും സാറ്റിസ്ഫൈ ചെയ്യും? ഫൈ ഓഫ് എക്സും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇവിടെ ഞാൻ പുതുതായിട്ട് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനായ ഫൈ ഓഫ് എക്സ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് അവർ ഇനിഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ഹെൻസ് we can say that those properties that get satisfied by the function f of x will also get satisfied by the new function phi of x. f of x എന്ന് പറയുന്ന ഇനിഷ്യൽ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ പുതിയ ഫംഗ്ഷനായ ഫൈ ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞു. ദെയർഫോർ അതിൽ നമുക്ക് എന്ത് എഴുതാം? ദെയർഫോർ ഫൈ ഓഫ് എക്സ് വിൽ ബി ഓൾസോ കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. എഫ് ഓഫ് എക്സ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫൈ ഓഫ് എക്സ് എന്ത് തന്നെ ആയിരിക്കും? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. Similarly, since f of x is differentiable on open interval a b, we can also say that phi of x is differentiable on open interval a b. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറമാണ് അല്ലേ? അപ്പം ഈ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച റോൾസ് തിയറം ഉപയോഗിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ എടുത്ത് എഴുതിയത്. അതായത് ഈ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെന്ന് എഴുതി. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണെന്ന് എഴുതി. കാരണം ഈ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി. അത് ഉപയോഗിച്ച് ഞാൻ പുതിയൊരു ഫംഗ്ഷനായ ഫൈ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തു. ഇനി ഈ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതായത് റോൾസ് തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള തിയറമാണ്. അപ്പോൾ ആ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം തന്നെ ആര് സാറ്റിസ്ഫൈ ചെയ്യും? ഫൈ ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് ഞാൻ പ്രൂവ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് ആയ ഫൈ ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ഞാൻ എഴുതി. അത് ഞാൻ പ്രൂവ് ചെയ്തു ബൈ യൂസിങ് അവർ ഇനിഷ്യൽ ഫംഗ്ഷൻ ഗിവൺ കണ്ടീഷൻസ് അനുസരിച്ച് അത് രണ്ട് ഞാൻ എഴുതി. ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇനി ഫൈ ഓഫ് എക്സ് ഒരു കാര്യം ഒരേ ഒരു കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ദാറ്റ് ഫൈ ഓഫ് എക്സ് വിൽ സാറ്റിസ്ഫൈ ദ കൺക്ലൂഷൻ ഓഫ് റോൾസ് തിയറം എന്ന് എനിക്ക് പറയാം അല്ലേ? റോൾസ് തിയറത്തിൻ്റെ കൺക്ലൂഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്യും? ഫൈ ഓഫ് എക്സ് ഒബേ ചെയ്യുമെന്ന് എനിക്ക് പറയാം. അപ്പം ഏതാണ് ആ മൂന്നാമത്തെ കണ്ടീഷൻ? തേർഡ് കണ്ടീഷൻ ഈസ് ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി. ഫൈ ഓഫ് എയും
phi of b ഈക്വൽ ആണ് എന്നും കൂടെ ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ദാറ്റ് phi dash of c is equal to 0. റോൾസ് തിയറം അനുസരിച്ച് phi dash of c ക്കും b ക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ് ആയ c യിൽ phi dash of c എന്തായിരിക്കും എന്ന് എനിക്ക് പറയാം 0 എന്ന് പറയാം. അങ്ങനെ പറയുന്നത് വഴിയാണ് ഞാൻ എന്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, phi of a is equal to phi of b ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് phi of a എന്താ, phi of a phi of x നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, എ കൊടുക്കുക. ദാറ്റ് ഈസ് phi of a is equal to f of a minus f of a minus ഇവിടെ ഈ ടേമിനകത്ത് എന്തില്ല, എക്സ് ഇല്ല. therefore f of b minus f of a by b minus a into ഇവിടെ എക്സ് ഉണ്ടല്ലോ, എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, a minus a which is equal to ഇതെന്താ, എഫ് ഓഫ് എയും മൈനസ് എഫ് ഓഫ് എയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇതെന്താ, എ മൈനസ് എ എന്താണ്, 0 ആണ്. 0 ഇൻറ്റു ഒരു വാല്യൂ എന്ത് തന്നെ വരും, 0 തന്നെ വരും. phi of a is equal to നമുക്ക് എന്തെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. സിമിലർ നമുക്ക് എന്തും കൂടെ വേണം, phi of b കാൽക്കുലേറ്റ് ചെയ്യണം. phi of b is equal to f of b minus f of a minus f of b minus f of a by b minus a into ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, b കൊടുക്കാം, b minus a which is equal to ഇവിടെ നോക്കിയേ, ഈ രണ്ടാമത്തെ ടേമിനകത്ത് ഡിനോമിനേറ്ററിലും b മൈനസ് എ ഉണ്ട്, ന്യൂമറേറ്ററിലും b മൈനസ് എ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ബാക്കി ഞാൻ എടുത്തെഴുതുമ്പോൾ f of b മൈനസ് എഫ് ഓഫ് എ, ഇനി ഈ മൈനസിനകത്തേക്ക് കൊടുക്കും, മൈനസ് ഞാൻ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു എഫ് ഓഫ് ബി ദാറ്റ് ഈസ് മൈനസ് എഫ് ഓഫ് ബി minus into minus, that is plus f of a. F of b and minus f of b are get cancelled, as well as minus f of a and f of a are get cancelled. Hence the result is equal to 0. So എനിക്ക് എന്ത് കിട്ടി, phi of a യും 0 ആണെന്ന് കിട്ടി, phi of b യും 0 ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിന് phi of എയുടെയും phi of b യുടെ, phi എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ എയിലുള്ള വാല്യൂവും എ എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂവും 0 ആണ്, b എന്ന് പറയുന്ന എൻ പോയിന്റിലെ വാല്യൂവും 0 ആണ്. ഹെൻസ് എനിക്ക് എന്ത് പറയാം, phi of a is equal to phi of b. രണ്ട് എൻ പോയിന്റ്സിലും അത് ഒരേ വാല്യൂ ആണ്, ഒരേ വാല്യൂ ആയിട്ടാണ് എത്തിച്ചേരുന്നത്. therefore phi of a is equal to phi of b, which can be considered as equation number 3. നമുക്ക് എന്ത് പറയാം, നമ്മളുടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തെഴുതി. അതിനുശേഷം ആ എഫ് ഓഫ് എക്സ് ഉപയോഗിച്ച് നമ്മളൊരു പുതിയ ഫംഗ്ഷനായ phi of x നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്ത പുതിയ ഫംഗ്ഷൻ, it is continuous on closed interval AB, it is differentiable on open interval AB, as well as phi of a is equal to phi of b. Hence the new function phi of x satisfies all the conditions of Rolle's theorem. അങ്ങനെയെങ്കിൽ Rolle's theoremത്തിന്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, therefore there exists a point c in open interval AB such that phi dash of c is equal to 0. Therefore by Rolle's theorem there exists at least one point c element of open interval AB such that phi dash of c is equal to 0. അപ്പോൾ ഈ ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ ഏതോ ഒരു പോയിന്റ് സി ഉണ്ട്, ആ സിയിൽ phi dash of c എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് phi of x നമ്മളുടെ ഉണ്ടല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ phi of x ഉപയോഗിച്ച് phi dash of x കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ആ phi dash of xനകത്ത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, c കൊടുക്കുമ്പോൾ നമുക്ക് c കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് റോൾസ് തിയറത്തിന്റെ കണ്ടീഷൻസ് എല്ലാം phi എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് റോൾസ് തിയറത്തിന്റെ കൺക്ലൂഷനും phi എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഹെൻസ് ബൈ റോൾസ് തിയറം വി ക്യാൻ സേ ദാറ്റ് there exists at least one point c element of open interval AB such that phi dash of c is equal to 0. അതായത് ഈ phi എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ആ ഫംഗ്ഷന്റെ
ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് സി എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ ആ ഫൈവ് ഡാഷ് ഓഫ് സി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നമ്മളുടെ കയ്യിൽ ഫൈവ് ഓഫ് എക്സ് ഉണ്ട്. ഈ ഫൈവ് ഓഫ് എക്സ് ഉപയോഗിച്ച് ഈ ഫൈവ് ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവായ ഫൈവ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഫൈവ് ഡാഷ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? സി എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ കിട്ടുന്ന ആ സി എന്ന വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്ന ടേം ഉണ്ടല്ലോ, അതിനെ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ കൺക്ലൂഷൻ ഓഫ് ദ ലഗ്രാഞ്ചസ് തിയറത്തിലേക്ക് എത്തിച്ചേരും. സോ ഇത്ര എഴുതിയതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് കൺസിഡർ ചെയ്യുക? കൺസിഡർ ഫൈവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒന്നും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഫൈവ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. തherefore ഫൈവ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഈ ഫൈവ് ഓഫ് എക്സ് എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സ്, അതൊരു ഫംഗ്ഷൻ, എക്സിലുള്ളൊരു ഫംഗ്ഷൻ, മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആ ഫംഗ്ഷനകത്ത് എ എന്ന് പറയുന്ന വില ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു കോൺസ്റ്റന്റ് ആണ്. therefore എഫ് ഓഫ് എ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. therefore this is a constant. Again എഫ് ഓഫ് ബി ഒരു കോൺസ്റ്റന്റ് ആണ്, എഫ് ഓഫ് എ ഒരു കോൺസ്റ്റന്റ് ആണ്, ബി ഒരു കോൺസ്റ്റന്റ് ആണ്, എ ഒരു കോൺസ്റ്റന്റ്. ബി എ എന്നൊക്കെ പറയുന്നത് എന്താ? ഓരോ വിലകളാണ് അല്ലെ, ഓരോ എൻ പോയിന്റ്സ്, ഇന്റർവെല്ലിന്റെ എൻ പോയിന്റ്സ്. therefore ഈ ബിയും എയും കോൺസ്റ്റന്റ് വാല്യൂസ്. അങ്ങനെയെങ്കിൽ ആ വാല്യൂസ് ആ ഫംഗ്ഷൻ അകത്തിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. therefore എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എയും ബിയും എല്ലാം കോൺസ്റ്റന്റ്സ് ആയതുകൊണ്ട് ഈ ഇത്രയും ടേമും എന്ത് തന്നെ ആയിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ എന്തുണ്ട്? എക്സ് മൈനസ് എ ഉണ്ട്. സോ ഫൈവ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ശരിക്കും എന്തിൻ്റെ ഡെറിവേറ്റീവ് വേണം? എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. എഫ് ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഈ ടേം. അടുത്ത ടേമിൻ്റെ പ്രത്യേകത എന്താ? അത് എക്സ് മൈനസ് എ എന്ന് പറയുന്നൊരു ടേമിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്തേക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തേക്കുക അല്ലേ. therefore ഈ ടേമിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകൊണ്ട് ആ ടേം നമുക്ക് എന്തെഴുതാം? ആ ഫ്രണ്ടിൽ മൾട്ടിപ്ലൈ ചെയ്ത ടേമുകൾ അതേപടി എടുത്തെഴുതും. ഫോർ എക്സാമ്പിൾ 2 ഇൻറ്റു എക്സ് മൈനസ് 5. നമ്മൾ എന്ത് ചെയ്യും? 2 ഇൻറ്റു എക്സ് 2എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 എന്ന് പറയുന്നത് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു കോൺസ്റ്റന്റ്. അപ്പോൾ 2 നമ്മൾ ആദ്യം എടുത്തെഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ 4 ഇൻറ്റു എക്സ് മൈനസ് 3. ഇവിടെ എന്താണ്? എക്സ് മൈനസ് 3 എന്ന് പറയുന്നൊരു ഫംഗ്ഷനോടുകൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? 4നെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. therefore ആദ്യം ഞാൻ 4നെ എടുത്തെഴുതും. പിന്നെ എക്സ് മൈനസ് 3 ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 1 അല്ലേ. ഇവിടെ അത്രയും തന്നെ ചെയ്യുന്നുള്ളൂ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ എക്സ് മൈനസ് എയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. therefore ആദ്യം ഞാൻ ഈ കോൺസ്റ്റന്റിനെ എടുത്തെഴുതും. പിന്നെ എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് എഴുതും. therefore ആ കോൺസ്റ്റന്റിനെ എടുത്തെഴുതുമ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 1. എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. therefore ഫൈവ് ഡാഷ് ഓഫ് എക്സ് എനിക്ക് എന്താന്ന് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. എൻ്റെ റോൾസ് തിയറത്തിന്റെ കൺക്ലൂഷൻ എന്താണ്? ഫൈവ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന. therefore എനിക്ക് എന്ത് വേണം? ഫൈവ് ഡാഷ് ഓഫ് സി എഴുതണം. therefore ഫൈവ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിച്ചത്. therefore ഫൈവ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി മൈനസ് ഇവിടെ ഒന്നും എക്സ് ഇല്ലല്ലോ, therefore അതേപടി എഴുതുന്നു, മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഈ ഫൈവ് ഡാഷ് ഓഫ് സി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? റോൾസ് തിയറം ഈസ് ഈക്വൽ ടു 0 ബൈ മീൻസ് ഓഫ് റോൾസ് തിയറം. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? എഫ് ഡാഷ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0.
ഇവിടെ എനിക്ക് വേണ്ടത് എന്താണ്? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു, നമ്മൾ ഇത്രയും എത്തിച്ചാൽ ശ്രദ്ധിക്കുന്നത് നമ്മൾക്ക് എവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കുക. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എഫ് ഡാഷ് ഓഫ് സി മൈനസ് സംതിങ് ഉണ്ട്. എന്ത് ചെയ്യുക? ഈ എഫ് ഡാഷ് ഓഫ് സിയെ മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക. Therefore എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു, ഈ മൈനസ് ഓപ്പോസിറ്റ് പോകുമ്പോൾ എന്താവും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന 0 ആണ്. 0 നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ by b minus a, and hence the proof of Lagrange's mean value theorem. നമ്മൾ എന്താ ചെയ്തത്? ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തെഴുതി. ആ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഫൈ ഓഫ് എക്സ് എന്ന പുതിയ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. അങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഈ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് എക്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഫൈ ഓഫ് എക്സും സാറ്റിസ്ഫൈ ചെയ്യും. Therefore we can say that phi of x is continuous in closed interval AB as well as differentiable in open interval AB. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. Therefore നമ്മൾ എന്ത് കണ്ടെത്തി? ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും ഈക്വൽ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് റോൾസ് തിയറം. ഹെൻസ് ബൈ മീൻസ് ഓഫ് റോൾസ് തിയറം വി ക്യാൻ സേ ദാറ്റ് ഫൈ ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. നമ്മുടെ കയ്യിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫൈ ഓഫ് എക്സ് ഉപയോഗിച്ച് നമ്മൾ ഫൈ ഡാഷ് ഓഫ് എക്സ് എഴുതി. ആ ഫൈ ഡാഷ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് സി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ റോൾസ് തിയറം അപ്ലൈ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആയി അല്ലെങ്കിൽ കൺക്ലൂഷനായി. Therefore ഫൈ ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അത് സിംപ്ലിഫൈ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന ലഗ്രാഞ്ചസ് തിയറത്തിൻ്റെ കൺക്ലൂഷനായിട്ട് മാറുന്നു. സോ നമ്മൾ പഠിച്ചത് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റും അതിൻ്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷനും ആസ് വെൽ ആസ് ദ പ്രൂഫ് ഓഫ് ദ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറമാണ് ഇത് നമ്മൾ പഠിച്ചത്. So what is Lagrange's mean value theorem? If a function f is continuous in closed interval AB and differentiable on open interval AB, then there exists at least one point C element of open interval AB such that f dash of C is equal to f of B minus f of A by B minus A. So ആ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. ആ തിയറത്തിൻ്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ആസ് വെൽ ആസ് എ പ്രൂഫ് ഓഫ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറമാണ് നമ്മൾ പറഞ്ഞത്. ഇത് സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനായിട്ട് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഫോർമാ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് 3 പ്രാവശ്യം എഴുതി എനിക്ക് ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.